ആരെയും കാത്തിരിക്കേണ്ട. ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം സ്തംഭിക്കരുത്. ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ശരിക്കും അത്ഭുതം. തോണി മറിയുമോ എന്ന പേടി അശാന്തിയാണ്. നീന്തലറിയാം എന്ന ധൈര്യമാണ് സമാധാനം ജീവിതത്തിലും. വയസ്സാവുംതോറും ആളുകൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവും എന്ന് പറയുന്നത് ശരിയല്ല. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവുമ്പോൾ അവർക്ക് വയസ്സാവുകയാണ്. മുകളിൽ എത്താനുള്ള വെമ്പലിനിടയിൽ കാൽക്കീഴിൽ ഞെരിഞ്ഞമരുന്ന രോദനങ്ങൾ നാം കേൾക്കാറില്ല. പക്ഷേ ഉയരങ്ങളിൽ എത്തുമ്പോഴും എന്താണ് നേടിയത് എന്നോർത്ത് നാം നിരാശരാകുന്നു. ആഗ്രഹിച്ച നന്മയേക്കാൾ വേഗത്തിലാണ് ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് ചെന്നുവീഴുന്നത്. മനസ്സിൻ്റെ വഴികളെല്ലാം വഹിക്കുന്ന വയൽവരമ്പുകളാണ് സൂക്ഷിച്ചു നടക്കുക. വേദനിപ്പിച്ച മനുഷ്യരിലേക്ക് ഒരിക്കൽ തിരികെ ചെല്ലണം. ജീവിതം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് കൈകൊടുക്കണം. കരഞ്ഞിരുന്ന റൂമിലേക്കൊന്നൂടെ മടങ്ങിയെത്തണം. വിങ്ങിപ്പൊട്ടിയ നിമിഷങ്ങൾ ആത്മാഭിമാനത്തോടെ തന്നെ ഓർത്തെടുക്കണം. ധീരമായ കണ്ണുകളോടെ ജീവിതത്തിലേക്ക് തിരികെ നടക്കുകയും ചെയ്യണം. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് ഒരു മെഴുകുതിരിയുടെ ആയുസ്സ് കുറയുന്നില്ല. പങ്കുവെക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവരാണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇന്നിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അത് നാളെക്കുറിച്ച് അറിയാനുള്ള വഴിയായി. ഇന്നത്തെ കാര്യം മെച്ചപ്പെടുത്താൻ നോക്കൂ. അത് നിങ്ങളുടെ നാളേക്ക് ഗുണം ചെയ്യും. എന്താണ് വിജയം? നിങ്ങളുടെ മനസ്സിനോടും നിങ്ങളുടെ ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എങ്കിൽ അതാണ് വിജയം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഒന്നാമത്തേത്, ഇത് സത്യമാണോ എന്നുള്ളത്. 2, ഇത് ആവശ്യമുള്ളതാണോ എന്നുള്ളത്. 3, അത് ദയയുള്ളതാണോ എന്നുള്ളതും. ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ധീരമായി മുന്നോട്ടു പോകാൻ ആ മനസ്സിനെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. ആരെയും കാത്തിരിക്കേണ്ട. ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം സ്തംഭിക്കരുത്. അതിനുള്ള അവസരം കൊടുക്കരുത്. ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ശരിക്കും അത്ഭുതമെന്ന് പറയുന്നത്. ശത്രുവിനോട് ദയ കാണിക്കരുത്. ദയയിൽ നിന്ന് കൂടുതൽ കരുത്ത് നേടി ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാവും. അതാണ് ഞങ്ങളുടെ നിയമം. മൃഗത്തെ വിട്ടുകളയാം. മനുഷ്യന് രണ്ടാമത് ഒരു അവസരം കൊടുക്കരുത്. നാളെയുടെയും ഇന്നലെയുടെയും മധ്യത്തിൽ ഒഴിവുകാലം കടന്നു പോകുന്നു. ഭൂമിയിൽ സ്നേഹം ഇരന്നു വാങ്ങാനും അതിലൊരു തരി പോലും തിരിച്ചു കൊടുക്കാതിരിക്കാനും ശ്രമിക്കുന്ന ജീവികളിൽ മനുഷ്യരോളം കഴിവ് മറ്റാർക്കുമില്ല. നമ്മളൊക്കെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന മുഖങ്ങൾക്ക് എപ്പോഴും ആയുസ്സ് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. തെറ്റിദ്ധാരണകൾ വിരുന്നു വന്നപ്പോൾ ഇഷ്ടങ്ങൾക്കുമേൽ അടിച്ചമർത്തലുകൾ കയറിയും ഒടുവിൽ ഈ സ്നേഹത്തെയൊക്കെ ഊതിയടച്ചുകൊണ്ട് അപരിചിതരെപ്പോലെ പടിയിറങ്ങുന്നു. പറയാതെ അറിയുന്നതിൽ നിന്നും പറഞ്ഞിട്ടും അറിയാതെ പോകുമ്പോഴാണ് തീർത്തും അപരിചിതരായി പോയത്. തുടങ്ങി ഏറ്റവും പരിചിതരായി പിന്നീട് അടുത്തറിഞ്ഞ പരിചിതരായി മാറിയും ജീവിതം അവസാനിച്ചും അങ്ങനെ പോകും.
ചതിയാണോ നുണയാണോ കൂടുതൽ അപകടകാരി? ചതിയാണെങ്കിൽ നമ്മൾ ഒരു തവണയേ വേദനിക്കുകയുള്ളൂ. എന്നാലോ ഓരോ നുണകളും നമ്മൾ തിരിച്ചറിയുമ്പോഴും അത് നമ്മെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഒരു നുണ മതി നമ്മുടെ എല്ലാ സത്യങ്ങളും ചോദ്യം ചെയ്യപ്പെടാൻ. ചില മനുഷ്യരുണ്ട്, അവർ കൊളുത്തിവെച്ച വെളിച്ചങ്ങളുണ്ട്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന വെളിച്ചങ്ങൾ. മടുപ്പില്ലാതെ അടുപ്പത്തോടെ കഴിയാൻ ഒരു കാരണം നമ്മൾ എപ്പോഴും കണ്ടെത്തണം. ഒക്കെ നൂറുകൂട്ടം കാരണങ്ങൾ കിട്ടും. പ്രണയം പ്രാണൻ പങ്കുവെക്കലാണ്, ഒരാഴ്ചത്തേക്കല്ല, അത് ഒരായുസ്സിലേക്ക്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന വ്യഥകൾക്കൊന്നും ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്ര വ്യാകുലപ്പെട്ടതുകൊണ്ടും കാലത്തെ റിവേഴ്സ് ഗിയറിൽ ഓടിക്കാൻ ആകില്ല എന്നും മനസ്സിലാക്കുക. തിരുത്താനാകാത്തത് എന്തുതന്നെയായാലും ധൈര്യപൂർവം അഭിമുഖീകരിക്കണം. സന്തോഷമായിരിക്കണം. അലംഭാവം വാതിലൂടെ കയറുമ്പോൾ അവസരങ്ങൾ ജനലിലൂടെ ഇറങ്ങിപ്പോകും. ഒരിക്കൽ വിജയിച്ചാൽ പിന്നീട് വിജയം വരുമെന്ന് കരുതുന്ന ചിലരുണ്ട്. എല്ലാം ഭദ്രമാണെന്ന് കരുതി നിഷ്ക്രിയരായിരുന്നാൽ മെച്ചപ്പെടാനുള്ള അവസരങ്ങളാണ് നഷ്ടപ്പെടുക എന്ന് മനസ്സിലാക്കുക. വേദനകളെ ചിരിച്ചുകൊണ്ട് നേരിടണം എന്നൊക്കെ പറയാറില്ലേ? പക്ഷേ അപ്പോഴും മുറിവുകളൊക്കെ ഉണങ്ങാതെ അങ്ങനെ കിടക്കും. നല്ലോണം കരയാൻ കഴിയുന്ന ഒരു ഭാഗ്യമുള്ളവരാണ്. സങ്കടങ്ങളെ അവർ കണ്ണീരുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. മനുഷ്യരോട് ചെയ്യുന്ന ദുഷ്ടത്തരം സ്വന്തം വിലാസത്തിൽ അയക്കുന്ന കത്തുപോലെയാണ്. കൃത്യമായി അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചുവരും എന്ന് മനസ്സിലാക്കുക. മരണസമയം തീരലാണ്, ഇനിയും സമയമുണ്ടല്ലോ എന്ന തെറ്റിദ്ധാരണയാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും അപകടം പിടിച്ച വിചാരം എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നുള്ളതാണ്. ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു എന്നതൊന്നും സംബന്ധിച്ച പ്രസക്തമല്ല. ഇന്ന്, ഇപ്പോൾ, ഇവിടെ പുതിയൊരു തുടക്കമിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നതാണ് നിർണായകമെന്ന് പറയുന്നത്. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതിരിക്കുക. ഒരു സ്ത്രീ ഏറ്റവും സത്യസന്ധമായും ആത്മാർത്ഥമായി പെരുമാറിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നല്ലവരെന്ന് നനച്ചവരിൽ പലരും നല്ലവരല്ല. നല്ലവരായി നടിച്ചവരാണ് നനച്ചവരിൽ പലരും. ചീത്തയല്ല നടനുമില്ലാതെ ജീവിച്ചവരാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുക എന്നത് അസാധ്യമായ കാര്യമാണ്. നിനക്ക് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെ തന്നെ ആണെങ്കിലും ചെയ്യുന്നത് നന്മ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക. ലക്ഷ്യം നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം ഓടി തിരിച്ച് നമുക്ക് തരാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കുന്നവരാണ്. എന്നാൽ ബന്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയ തെറ്റുകൾ പോലും ഒരു കാരണമാക്കി പിരിഞ്ഞു പോകുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.